ഇന്ന് ഞാൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പറിച്ച വഴുതനങ്ങ ഉണ്ടല്ലോ. ഈ വഴുതനങ്ങയും കൊണ്ട് വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കറിയല്ല കേട്ടോ വയ്ക്കുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാണ്ട് നമുക്ക് എന്താ പറയുക, ചായയോടെ കഴിക്കാനൊക്കെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ വഴുതനങ്ങ ഫസ്റ്റ് ഇതിൻ്റെ സാധാരണ നമ്മൾ കറിക്ക് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറത്തായി ഈ സ്കിന്ന് മാറ്റില്ലല്ലോ. പക്ഷേ ഇതിന് നമുക്ക് ഇതിൻ്റെ സ്കിന്ന് ഞാൻ പീലർ എടുത്തിട്ടുണ്ട്. പീലർ വെച്ചിട്ട് നമുക്ക് പീൽ ചെയ്ത് കളയാം. അതിൻ്റെ ഞാനിവിടെ വലിയൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് പീൽ ചെയ്തിട്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇത് ഇങ്ങനെ നമ്മൾ പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ വാടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏതാണ്ട് ശരിക്കും നമ്മളിങ്ങനെ മാങ്ങ തൊണ്ടെത്തിയിട്ട് എടുക്കണ പോലെ. എന്നിട്ട് ഇതിന് നമ്മൾ എന്താ പറയുക, മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു ഫ്ലവർ പോലെ ഇത് എടുക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്യാം. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് നല്ല സ്പൈസി ഒക്കെ ആയിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാകും. നമ്മൾ ഉണക്കമുളകും പിന്നെ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് പുരട്ടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയും പിന്നെ കോൺഫ്ലോറും കൂടിയിട്ട് മിക്സിങ് ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടെടുക്കും. ഇതിന് ശരിക്കും ഇത് കറക്റ്റ് ഷേപ്പാട്ടെ. ഇങ്ങനെ ഇത് കുറച്ച് ഉരുണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചിങ്ങനെ നീളമുള്ളതാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുക. ഇതന്ന് പറിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കൂടെ വേറൊരു വഴുതനങ്ങയും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കളയാം. അതിൻ്റെ ഈ തണ്ട് കളയുന്നുണ്ട് കേട്ടോ. തണ്ട് നമുക്ക് വേണം. വഴുതനങ്ങ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോഴേന്നാലും തണ്ട് കളയാണ്ടല്ലേ കിട്ടുക. വഴുതനങ്ങയുടെ തണ്ടിനായിരുന്നാലും നല്ല ബലം ഉണ്ടല്ലോ. ബലം മാത്രമല്ല, അത് മുള്ളുണ്ട്. നല്ല ഫ്രഷായിട്ട് നമ്മൾ പറിച്ചിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല മുള്ളുണ്ടല്ലോ. എല്ലാത്തിനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മുള്ളിൻ്റെ ആ ഷാർപ്പ്നെസ് പോകുന്നോളൂ. കാരണം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ മുള്ള് കൈമൊക്കെ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈമ ചെന്ന് പിടിച്ചപ്പോൾ നല്ല മുള്ളുണ്ടായിരുന്നു. അതിപ്പോൾ വെള്ളത്തിൽ ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടാൽ മതി. അപ്പം ഈ സ്കിന്ന് മാറ്റട്ടെ. ഇത് ഞാൻ കളയുന്നില്ല, നമ്മുടെ കോഴികൾക്ക് പോകാം. എന്നിട്ട് ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അവയെ നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പം ഈ തണ്ടിൻ്റെ അടിയിൽ നിന്ന് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ തണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അത്യാവശ്യം നന്നായിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്യണം കേട്ടോ. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് നോക്കിക്കേ, ഇതെല്ലാം നമ്മൾ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട്
ഉപ്പ് വെള്ളത്തിൽ കുറച്ച് കൂടി നിന്നോട്ടെ. ഈ കറയൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് താഴ്ത്തി കൊടുത്തു. ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ശരിക്കും ആ സൈഡിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഇരിക്കണ്ടായിരുന്നു. ഇത് വലിയ ബൗളാകുമ്പോൾ ഇത് വെള്ളത്തിൽ പൊന്തി കിടക്കും. ഓക്കെ, അപ്പോൾ അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ 3 എണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തത്. ഇതിനൊന്നും കൃത്യമായിട്ട് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ട് എടുക്കണം. എങ്ങനെ അറിയണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ കുറച്ചും കൂടി കെച്ചപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ വഴുതനങ്ങ ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റായി വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. ഇത് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു പേപ്പർ ടവൽ വെച്ചിട്ടാണ് വെള്ളം തുടച്ച് കളയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വെള്ളം ഉള്ളിൽ നിന്ന് നന്നായിട്ട് തുടച്ച് കളയണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3ഉം നല്ല മസാലയ്ക്ക് പറ്റി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ മുട്ട വെച്ച് എടുത്താൽ പറ്റും. ഞാനിവിടെ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പുണ്ടാക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ബ്രിഞ്ചാലിന് ഉപ്പ് പിടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതവിടെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യാം. കുറേ നേരം ഇട്ട് വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ആയി കഴിയുമ്പോൾ തന്നെ എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇതിൻ്റെ ഉള്ളിലേക്കും ആവണം കേട്ടോ. ഞാൻ കൈ കൊണ്ടൊന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് എടുക്കുമ്പോൾ നമ്മളൊന്ന് കുടഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിരിക്കും.
ആ മസാലയൊക്കെ ശരിക്കും നന്നായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4ഉം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പുറത്ത് വെച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്യണേ. ഓയിൽ ഒഴിക്കട്ടെ. തീ വയ്ക്കുമ്പോൾ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ തീ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും ശരിക്കും നമുക്ക് വെന്ത് കിട്ടില്ല. അത് നോക്കിക്കേ, ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കുക. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അത് നോക്കിക്കേ, അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുണ്ടല്ലോ, ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ വരുന്ന സമയത്ത് ആകെ ക്ലൗഡി ആയിട്ട് ഇരിക്കുന്നത്. അത് ഞാൻ തീ കത്തിച്ചപ്പോൾ തന്നെ മഴ ചാറിയതാ. ഇവിടെ നിറച്ച് വെള്ളം ചെറുതായിട്ട് മഴ ചാറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിത് വറക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ തെളിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്ലേറ്റിലേക്ക് ഇടുന്നൊന്ന് ശരിക്കും കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നും മങ്ങി നിൽക്കുന്നുണ്ട്. ചില സമയത്ത് നല്ല വെയിൽ വരുന്നുണ്ട്. നല്ല ചൂടാണ്. നമ്മുടെ കോഴി ഇതോടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പോയിക്കാൻ കോഴി. ഓക്കെ, എന്തായിരുന്നാലും വന്നതല്ലേ, അവർക്ക് ഇങ്ങോട്ടേക്കും. ഓക്കെ, തരം ഇരിക്കട്ടെ. വേറെ ആരുടെ അടുത്തും പറയണ്ട, കൊണ്ടുപോക്കോ. ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയറി വരും. അപ്പം ഞാൻ നേരത്തെ ഇതിന് അവിടെ പഴയ കോഴികൾ മാത്രമേ വരുള്ളൂ. പുതിയ കോഴികൾ ഇങ്ങോട്ടേക്ക് കയറില്ല. ഇവരെ എന്താണോ അങ്ങനെ കയറില്ല, അങ്ങനെ കയറാറില്ല. അപ്പം ഞാനിതൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഓയിലിൽ നമ്മൾ മുക്കി പൊരിച്ചിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ തീയായിരുന്നാലും ഇനി ഇല്ല കേട്ടോ പൊക്കം. തീയായിരുന്നാലും ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കായിട്ട് റെഡി ആയി കിട്ടില്ല. കഴിച്ചോട്ടെ. അത് പോയിക്കേ, തന്തല്ലേ ഞാൻ. നല്ല ചൂടുണ്ട്. കഴിച്ചോട്ടെ. പുറത്ത് നല്ലതല്ല, അത്യാവശ്യം നല്ല ക്രിസ്പിയായിട്ടിരിക്കുന്നുണ്ട്. ഉള്ളിൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പണ്ടൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പ് വഴുതനങ്ങ സാധനം ഞാൻ തൊട്ടില്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പോണം അങ്ങോട്ടേക്ക് ഇങ്ങനെ കറി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ശരിക്കും ഇത് നല്ല സൂപ്പർ ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ ഇതൊക്കെ ചേർത്തല്ലേ, ടൊമാറ്റോ സോസൊക്കെ ചേർത്തല്ലേ, അതിൻ്റെ ചെറുതായിട്ടൊരു മധുരവും പിന്നെ നമ്മുടെ ആ മസാലയുടെ എരിവൊക്കെ കൂടിയപ്പോൾ നല്ല രസമായിട്ടുണ്ട്. നല്ല ചൂടായിനോട് ഇരിക്കട്ടെ. കോഴിക്ക് ഒരു കഷ്ണം കൊടുത്തിട്ടേ പിന്നെ ടേസ്റ്റ് അറിഞ്ഞിട്ട് കോഴിക്ക് പോകാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ വന്നേത്. അതിന് ഞാനിവിടെ ഇട്ടതിനെ കൊടുത്ത് പഠിപ്പിക്കാറില്ല, കാരണം ഒരു പിന്നെ എപ്പോഴും കയറി വരും. അപ്പോൾ ഈ കൂടുതലൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല എരിവുണ്ടിട്ടാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട്, അല്ലെങ്കിൽ നല്ല കുഴിയുള്ള ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഓയിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് അടുപ്പത്ത് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് താറാവിന് വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കേ. ഇനി മതി, ഇനി ഞാൻ അകത്തേക്ക് പോട്ടെ, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും.
അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് ഇറങ്ങിപ്പോയിക്കേ, എല്ലാവരും ഇറങ്ങിപ്പോയിക്കേ. പോ. മഴ പെയ്യുന്നു പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ചാറിയുള്ളൂ കേട്ടോ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിക്കേ, നല്ല സൂര്യൻ ഉദിച്ച് നല്ല ചൂടിലിരിക്കും.